ഹേമചന്ദ്രൻ കൊലക്കേസിൽ വെളിപ്പെടുത്തലുമായി ഒന്നാം പ്രതി നൌഷാദ്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് നൌഷാദ് വീട്ടിൽ കിടക്കാൻ അനുവാദം നൽകിയിരുന്നു. ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. പിറ്റേന്ന് ഹേമചന്ദ്രനെ കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്ത നിലയിലാണ്. കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. എന്ന ആളെ കൊലക്കേസിൽ ഒന്നാം പ്രതി എന്നറിയപ്പെടുന്ന നൌഷാദാണ് ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടുമില്ല, മുങ്ങിയിട്ടുമില്ല. ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ടും എനിക്കും എൻ്റെ സുഹൃത്തിനും അതുപോലെ 10-30 ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ പൈസ തരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി പൈസ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം അയാളത്തെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയതാണ്. വീട്ടിലേക്ക് കൊണ്ടാക്കിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അങ്ങോട്ട് വന്നപ്പം എന്നോട് ഒരു ദിവസം കൂടി കിടക്കാൻ അഭയം ചോദിച്ചു. ഞാൻ ഭക്ഷണം വരെ വാങ്ങിക്കൊടുത്ത് അവിടെ കിടന്നോളാൻ പറഞ്ഞ് കിടത്തിയ അയാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആത്മഹത്യ ചെയ്തായിരുന്നു. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയാൾക്ക് ഇറങ്ങി പോകായിരുന്നു. വെൻസൻ ബാബുവാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വെൻസൻ, ഒന്നാം പ്രതി തന്നെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നത്? ഇപ്പോൾ മറ്റ് പലർക്കും, സ്ത്രീകളടക്കമുള്ളവർക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ലക്ഷ്മി പത്മ, ഹേമചന്ദ്രൻ കൊലക്കേസിലെ ഒന്നാം പ്രതി നൌഷാദിന്റെ വെളിപ്പെടുത്തലുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് അയാൾ ഈ വെളിപ്പെടുത്തൽ പങ്കുവച്ചിട്ടുള്ളത്. അയാളിപ്പോൾ നിലവിൽ വിദേശത്താണുള്ളത്, ഗൾഫിലാണുള്ളത്. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ പോയതാണ് എന്നാണ് അയാൾ ആ വീഡിയോയിൽ പറയുന്നത്. ആ രീതിയിൽ തന്നെ കേസന്വേഷണം, അതായത് ഈ പ്രതികളിലേക്ക് എത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ നൌഷാദിലേക്കും അന്വേഷണ സംഘം എത്തിയിരുന്നു. ഉടൻ തന്നെ നാട്ടിലേക്ക് തിരികെ എത്തണം, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണമെന്ന് നൌഷാദിനെ അറിയിച്ചിരുന്നു. അതിന് പ്രകാരം അടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ തന്നെ നൌഷാദ് തിരികെ നാട്ടിലേക്ക് എത്തുകയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്യുമെന്ന് അന്വേഷണ സംഘത്തിന് തന്നെ വിവരം നേരത്തെ ഇയാൾ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോയുമായി ഇയാൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിലാണ്. നമ്മളിപ്പോൾ പ്രതികരണം കേട്ടു. അതിൽ പറയുന്നത് പോലെ തന്നെ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ്. ആ വീട്ടിൽ ഇയാളെ നിർബന്ധപൂർവ്വമായിരുന്നില്ല താമസിപ്പിച്ചിരുന്നത്. എപ്പോൾ വേണമെങ്കിലും പോകാമായിരുന്നു എന്ന തരത്തിൽ, എപ്പോഴും പുറത്തേക്ക് പോകാൻ കഴിയുന്ന തരത്തിലായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഈ പ്രതികളായ തങ്ങൾക്ക് നിലവിൽ 2 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള നൌഷാദ് അടക്കം ഈ 3 പേരും. ഇവരെ കൂടാതെ 10-30ഓളം ആളുകൾക്ക് ഈ ഹേമചന്ദ്രൻ പണം നൽകാനുണ്ടായിരുന്നു. ഈ പണം തിരികെ ചോദിക്കാൻ വേണ്ടിയാണ് ഹേമചന്ദ്രനെ കൂടെ കൂട്ടിക്കൊണ്ടു പോയത്. പലയിടങ്ങളിലും ഇവരെല്ലാവരും ഒന്നിച്ച്, ഹേമചന്ദ്രനോട് ഒന്നിച്ച് തന്നെ പലയിടങ്ങളിലും പോയി പണം അന്വേഷിച്ചു. എന്നാൽ എവിടെ നിന്നും കിട്ടിയില്ല. ഇത്തരത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ദിവസം ഇയാളെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഹേമചന്ദ്രൻ തന്നെ തിരികെ വരികയായിരുന്നു. തനിക്ക് മൈസൂരിൽ നിന്നും കുറച്ച് പണം ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസം കൂടി ഈ താമസിച്ച അതേ സ്ഥലത്ത് നിൽക്കാൻ ഒരു അനുവാദം നൽകണമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നൌഷാദ് വന്ന് നോക്കുമ്പോൾ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ തങ്ങൾക്കത് കുഴിച്ചിടുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് കുഴിച്ചിട്ടത്. ഇത് ഇവർ സമ്മതിക്കുന്നുണ്ട്. അതായത് തങ്ങൾ കുഴിച്ചിട്ടു, മറ്റു കാര്യങ്ങളെല്ലാം ഇവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘം ഈ നൌഷാദിന്റെ ഈ ഒരു വാദം മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായി ഇയാൾക്ക് ഹേമചന്ദ്രന് മർദ്ദനമേറ്റതായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മർദ്ദനം എവിടെ നിന്ന് ഏറ്റു എന്നതിനെല്ലാം ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഇവർ ഉത്തരം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള, അല്ലെങ്കിൽ നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾ ആദ്യം നൽകിയ മൊഴിയും സമാന രീതിയിൽ തന്നെ ഇവർ കൊലപാതകം നടത്തിയെന്ന രീതിയിൽ തന്നെയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വീഡിയോ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. നിലവിൽ ഈ ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട് DNA പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹേമചന്ദ്രൻ 10-ലധികം മൊബൈൽ സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ 2 സിം കാർഡുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അത് 2 മൊബൈൽ ഫോണുകൾ അത് മൈസൂരിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 സിം കാർഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് സിം കാർഡുകൾ ഈ നൌഷാദ് തന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അത് കണ്ടെത്തുന്നതോടുകൂടി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ
ഈ പ്രതിയെ, ഒന്നാം പ്രതിയായിട്ടുള്ള നൌഷാദിനെ നാട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഇയാളുടെ മൊഴിയെടുപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളെയും ഈ മറ്റ് 2 പ്രതികളോടൊപ്പം ചേർത്തിരുത്തി തന്നെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പിനും ഇയാളെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇയാളെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റു 2 സ്ത്രീകൾക്കും കൂടി ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ നിലയ്ക്കും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘത്തിൽ ആ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള മറ്റൊരു പ്രധാന കാരണം, ഈ കൊലപാതകത്തിന് ശേഷം ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇവർ യാത്ര നടത്തുകയും പലയിടങ്ങളിൽ ഇയാളുണ്ട്, ഹേമചന്ദ്രനുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ എത്തി മൊബൈൽ ഫോണിൽ നിന്നും ഹേമചന്ദ്രന്റെ ഭാര്യയും മക്കളെയും അടക്കം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഹേമചന്ദ്രന്റെ മകൾക്ക് തോന്നിയ ഒരു സംശയമാണ് ഈ കേസിൽ പ്രധാന വഴിത്തിരിവായതും. കർണാടകയിലാണ് ഈ ഫോൺ ഉള്ളത്, ഹേമചന്ദ്രനും കർണാടകയിലാണ് ഉള്ളത് എന്ന് തെളിയിക്കാനുള്ള ശ്രമം അടക്കം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ കൊലപാതകമല്ല എന്ന് പറയുന്ന ഈ ഒരു വാദത്തെ അന്വേഷണ സംഘം പാടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ ലഭ്യമായ തെളിവുകൾ അതോടൊപ്പം ഒട്ടും തന്നെ വിശ്വാസയോഗ്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കാതെ വേറെ മാർഗമില്ലായിരുന്നു, ഞാനെടുത്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് ഒട്ടും തന്നെ വിശ്വാസ്യതയ്ക്ക് നിരക്കുന്ന ഒന്നല്ല. ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.